ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. കോടീശ്വരിയായിരുന്ന സത്യഭാമയുടെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് അഹന്തയും അഹങ്കാരവും എല്ലാം പോയി. അല്പം ബാക്കിയുള്ളത് ആത്മാഭിമാനം മാത്രമാണ്. അതും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉപേന്ദ്രനെ ഒന്ന് കാണാൻ വേണ്ടി സത്യഭാമ പോവുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ സത്യഭാമ തന്നെ കാണാൻ വരുമെന്ന് എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു ഉപേന്ദ്രന്റെ വരവും. അങ്ങനെ ഉപേന്ദ്രൻ പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതെല്ലാം സാധിച്ച് വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് സത്യഭാമ ഉപേന്ദ്രനെ കാണാനായിട്ട് ചെല്ലുന്നത്. ഏത് നിമിഷവും സത്യഭാമ തന്നെ കാണാൻ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നിൽപ്പിലായിരുന്നു ഉപേന്ദ്രൻ. സത്യഭാമ അടുത്തോട്ട് നടന്നു വരുന്നത് കാണുമ്പോൾ ഉപേന്ദ്രൻ ഇങ്ങനെ സന്തോഷത്തിന്റെ ആനന്ദ ലഹരിയിൽ മുഴുകി അങ്ങനെ നിൽക്കുവാണ്. ഒന്നും അറിയാത്തവനെ പോലെ ഉപേന്ദ്രൻ സത്യഭാമയോട് ചോദിക്കുന്നു, അല്ല ആരാ ഇത്, എന്താ ഈ വഴിക്കൊക്കെ ഇങ്ങോട്ട്? സത്യഭാമ പറയുന്നു, ഉപേന്ദ്ര, ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. ഞങ്ങളെ ദ്രോഹിക്കരുത്, ഞങ്ങളുടെ കുടുംബം നീ തകർക്കരുത്. ഉപേന്ദ്രൻ ഒരു വല്ലാത്ത ചിരിയോടെ സത്യഭാമയോട് പറയുന്നു, എന്താ ചേട്ടത്തിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്നും എൻ്റെ ചേട്ടത്തിയമ്മയും ചേട്ടനും സുഖമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് കഴിയുന്നവനാ. ചേട്ടത്തിക്ക് അറിയാവോ, എൻ്റെ ചേട്ടൻ്റെ ആയുസ്സിന് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുന്നവനാ ഞാനും എൻ്റെ ചേട്ടനും രാമലക്ഷ്മണന്മാരെ പോലെ കഴിഞ്ഞവരാ. അങ്ങനെയുള്ളപ്പോൾ ചേട്ടത്തി ഒരു അന്യനെ പോലെ എന്നെ കാണുന്നതിലേ എനിക്ക് പരാതിയുള്ളൂ. ഉപേന്ദ്ര, നീ പറഞ്ഞത് കറക്റ്റ് തന്നെയാ. നിന്റെ ചേട്ടൻ രാമൻ തന്നെയാ. അയോധ്യ വിട്ടിറങ്ങാൻ പോകുന്ന രാമൻ. വനവാസത്തിന് പകരം പക്ഷെ ഇത് തെരഞ്ഞെടുത്തിരിക്കുന്നത് തെരുവാണെന്ന് മാത്രം. സത്യഭാമയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉപേന്ദ്രൻ അങ്ങ് ആനന്ദ ലഹരിയിൽ മതിമറക്കുവാണ്. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഉപേന്ദ്ര, നീ ഈ സാഹസത്തിൽ നിന്നൊന്ന് പിന്തിരിയൂ. എല്ലാ വഴികളും മുട്ടിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഉപേന്ദ്രൻ സത്യഭാമയെ നോക്കുന്ന ഒരു നോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വല്ലാത്ത ഒരു നോട്ടമാണ് അവൻ്റെ ആ കണ്ണില്. ഞങ്ങളെ സഹായിക്കണം ഉപേന്ദ്ര. ചേട്ടത്തി ഇപ്പോഴും സംശയത്തിന്റെ കണ്ണുകളോടുകൂടിയാണ് എന്നെ നോക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും നന്മ മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ എവിടെയോ ചേട്ടത്തി ഒരു പാളിച്ച വന്നു. ഉപേന്ദ്രൻ ഒരു ശൃംഗാര ലക്ഷണത്തോട് പറയുവാണ്, ആ പാളിച്ച എനിക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളു. ഒരാഭാസനെ പോലെ അവൻ സത്യഭാമയെ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നു, ചേട്ടത്തി അതിനൊന്ന് മനസ്സ് വെച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളു. അയോധ്യ വിട്ടിറങ്ങുന്ന രാമനെ കണ്ടിട്ട് ലക്ഷ്മണന് കൈയും കെട്ടി നിൽക്കാൻ പറ്റുമോ? ഉപേന്ദ്രന്റെ ആ വാക്കുകളിൽ വിശ്വസിച്ച് സത്യഭാമ അങ്ങ് സന്തോഷിക്കുവാണ്. എന്നിട്ട് പറയുക, ഉപേന്ദ്ര, അങ്ങനെയാണെങ്കിൽ നിനക്ക് 100 പുണ്യം കിട്ടും. എനിക്ക് എന്തിനാ ചേട്ടത്തി പുണ്യം? ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്നത് എന്തും അതാണ് ഉപേന്ദ്രൻ ആഗ്രഹിക്കുന്നത്. അത് കിട്ടാനായി ഞാൻ ശ്രമിക്കുകയും ചെയ്യും. എനിക്ക് പുണ്യമൊന്നും വേണ്ട. എനിക്ക് വേണ്ടതെന്താന്ന് വെച്ചാൽ ഉപേന്ദ്രൻ സത്യഭാമ ഇങ്ങനെ അടിമുടി നോക്കുവാണ്. ഞാൻ തുറന്നു പറയാമല്ലോ, വർഷങ്ങളായി എൻ്റെ ഉള്ളിൽ താലോലിച്ചു കൊണ്ട് നടക്കുന്ന മോഹവാ. എന്നെങ്കിലും ഒരിക്കൽ സാധിക്കാമെന്ന് കരുതി രാഘവേട്ടനെ കളഞ്ഞ് നീ എൻ്റെ കൂടെ ജീവിക്കണം. ഉപേന്ദ്രൻ്റെ ആ വാക്ക് കേട്ട് സത്യഭാമ അങ്ങ് ഞെട്ടിപ്പോയി. ഉപേന്ദ്രൻ പറയുക, എൻ്റെ ഭാര്യയായിട്ട് നീ ജീവിക്കണം. സത്യഭാമ ഞെട്ടിത്തെറിച്ച് കോപത്തിലിങ്ങനെ കണ്ണുകൾ ജ്വലിക്കുവാണ്. എന്താ പറ്റുമോ എന്നിങ്ങനെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് സത്യഭാമയുടെ കൈ ഉപേന്ദ്രന്റെ കരണത്താഞ്ഞു പതിച്ചു കഴിഞ്ഞു. സത്യഭാമയുടെ സകല ശക്തി ഉപയോഗിച്ചുള്ള ആ അടിയിൽ ഉപേന്ദ്രൻ അങ്ങ് മറിഞ്ഞു വീഴുവാണ്. എടാ, നീ ലക്ഷ്മണനാണെന്ന് പറഞ്ഞല്ലോ, നിന്റെ ചേട്ടൻ രാമനെന്നും. ഏത് കഥയിലാടാ ലക്ഷ്മണൻ സീതാദേവിയെ ആഗ്രഹിച്ചത്? സീതാദേവിക്ക് ലക്ഷ്മണൻ അമ്മയായിരുന്നടാ, അമ്മ എന്ന വാക്കുപോലും നിന്നെപ്പോലുള്ളവർക്ക് ഉച്ചരിക്കാൻ അർഹതയില്ലാത്തതാടാ. കാരണം അതിനൊരു പവിത്രതയുണ്ട്. നിന്നെപ്പോലെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്തവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പട്ടി. എടാ, നിന്റെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട. സത്യഭാമ ഉപേന്ദ്രന്റെ ഷർട്ടിന്റെ കോളറെ പിടിച്ച് പൊക്കിയിട്ട് പറയുന്നു, ഇനി നീ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പുറകിനെ വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞാലും എനിക്കത് വേണ്ടടാന്നും പറഞ്ഞ് പിടിച്ചൊരു ഒറ്റ തെള് 4 കരണം പറഞ്ഞ് ഉപേന്ദ്രൻ അങ്ങ് വീഴുവാണ്. സത്യഭാമ അങ്ങനെ ചെയ്തില്ലെങ്കിലേ ഉള്ളൂ കുഴപ്പം. സ്വന്തം അമ്മയെ പോലെ കാണേണ്ട ചേട്ടത്തിയമ്മയോടാണ് അപമര്യാദയായിട്ട് അവൻ സംസാരിച്ചത്. സത്യഭാമ കോപത്തിലൊരു ഭദ്രകാളിയെപ്പോലെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളി നോക്കുവാണ് അവനെ. എടാ, നിന്റെ മനസ്സ് ഇത്രയും ദുഷിച്ചതാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. ഉപേന്ദ്രൻ ചാടി എഴുന്നേറ്റ് സത്യഭാമയോട് പറയുവാണ്, പകയാണ് എനിക്ക് നിന്നെ കിട്ടാത്തതിൻ്റെ പക. എന്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടും എന്നെ തഴഞ്ഞ് നിന്നെ സ്വന്തമാക്കിയപ്പോൾ എൻ്റെ ചേട്ടൻ കരുതിയത് ഞാനെല്ലാം മറക്കുമെന്നാണ്. പക്ഷേ ആ പക ഞാൻ മനസ്സിലിട്ട് വളർത്തി വലുതാക്കി. ഊതിക്കാച്ചിയ പൊന്നുപോലെ ഞാനത് മിനുക്കിയെടുത്തു, ഇതുപോലെ എന്നെങ്കിലും തിരിച്ചടിക്കാൻ. എടാ, നീ അപ്പോൾ പക വീട്ടാൻ തന്നെ വന്നതായിരുന്നല്ലേ? പിന്നെ നീ എന്ത് കരുതി? നിന്നോടും നിന്റെ ഭർത്താവിനോടുമുള്ള സ്നേഹപ്പുഴ ഒഴുക്കാനാണെന്നോ? ഇത് മധുര പ്രതികാരമാണ്. സ്നേഹം നഷ്ടപ്പെട്ടവന്റെ ആത്മാഭിമാനത്തിന്റെ പക ഇതിനിയും കൂടുകയുള്ളൂ.
നീയൊക്കെ കൊട്ടയും വട്ടിയും മാറാപ്പുമായിട്ട് തെരുവിലോട്ട് ഇറങ്ങുമ്പോഴേ ഇതിനൊരന്ത്യം വരൂ. എടാ ഉപേന്ദ്ര, നിന്റെ മധുരപ്രതികാരം ഞാനങ്ങ് വരവ് വെച്ചു. ഇനി നിനക്കിതിനൊരു മറുപടി വേണമല്ലോ. അതിന് നിനക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം, എപ്പോൾ വേണമെങ്കിലും. ഒരുങ്ങിയിരുന്നോ നീ? ആണായി പിറന്നവന്റെ അംഗപ്പുറപ്പാട് പ്രതീക്ഷിച്ചുകൊണ്ട് നീ ഒരുങ്ങിയിരുന്നോടാ. സത്യഭാമയാ പറഞ്ഞത് സത്യഭാമയുടെ ഓമനപുത്രൻ വിഷ്ണുവിനെ ഓർത്തു തന്നെയാണ്. അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന വിഷ്ണു ഇതെങ്ങാണോ അറിഞ്ഞാൽ ഉപേന്ദ്രന്റെ കഥ കഴിക്കുമെന്ന് സത്യഭാമയ്ക്ക് അറിയാം. ഉപേന്ദ്രൻ പറയുക, ഉപേന്ദ്രൻ ഉണരുമ്പോൾ കാണുന്നതാണ് ലോകം. അതിനപ്പുറത്തേക്കും ഒരു ചിന്തയില്ല, ഇപ്പുറത്തേക്കും ഒരു ചിന്തയില്ല. അതുകൊണ്ട് നിന്റെ ഈ കൊച്ചു കൊച്ചു ഭീഷണിയൊന്നും എനിക്ക് ഏൽക്കുകയില്ല. അതുകൊണ്ട് നിനക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാ. ഇങ്ങനെയാണ് നീ മുന്നോട്ട് പോകാൻ വിചാരിക്കുന്നതെങ്കിൽ നിന്റെ ചാവടിയന്ത്രം ഇവിടെ വെച്ചായിരിക്കുവോ അതങ്ങ് മലേഷ്യയിൽ വെച്ചായിരിക്കുവോ? നീ അതുകൊണ്ട് നല്ലതുപോലെ നോർത്ത് വെച്ചോ. ആ സമയത്ത് കിടന്ന് ഓട്ടം പിടിക്കണ്ടല്ലോ. സത്യഭാമ അങ്ങനെ കൈ ഞൊടിച്ചുകൊണ്ട് സുബേന്ദ്രന്റെ മുഖത്ത് നോക്കി പറയുന്നു, കരുതി ഇരുന്നോടാ നീ എന്നും പറഞ്ഞ് സത്യഭാമ അങ്ങ് പോവുകയാണ്. സത്യഭാമ നടന്നു പോകുന്ന നോക്കി ഉപേന്ദ്രൻ പറയുന്നുണ്ട്, ശരിയാക്കുന്നുണ്ട്. ആരാ കരുതിയിരിക്കേണ്ടതെന്ന് നമുക്ക് കാണാം. കോപാഗ്നിയിൽ അങ്ങനെ ജ്വലിച്ച് നമ്മുടെ സത്യഭാമ അംഗപ്പുറപ്പാടിനുള്ള ശംഖുനാദം മുഴക്കിക്കൊണ്ട് സത്യഭാമയെ ഓട്ടോറിക്ഷയുടെ അടുത്ത് വന്ന് ഉപേന്ദ്രനെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ആ ഓട്ടോറിക്ഷയിൽ കയറി അങ്ങ് പോവുകയാണ്. ഉപേന്ദ്രൻ അതൊക്കെ നോക്കി നിന്നിട്ട് ഒട്ടും പേടിയില്ലാത്ത ഭാവത്തിൽ അവനങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. അവൻ ഇനിയും എന്തൊക്കെയോ പ്രതികാരങ്ങൾ ചെയ്തു തീർക്കാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ഭാവത്തിലാണ് അവൻ്റെ നിൽപ്പ്. ആ ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ടും സത്യഭാമയ്ക്ക് ദേഷ്യവും സങ്കടവും സഹിക്കുന്നില്ല. സ്വന്തം അനിയനായിട്ട് കരുതിയ ഉപേന്ദ്രന്റെ വാക്കുകൾ. രാഘവേട്ടൻ അന്നേ പറഞ്ഞതാണ് ഇവനെ വിശ്വസിക്കരുതെന്നും അവന്റെ കണ്ണിൽ പകയാണ് കാണുന്നത് ഭാമേ, നീ വിശ്വസിക്കരുതെന്നൊക്കെ പറഞ്ഞതാണ്. അതൊന്നും തന്നെ സത്യഭാമ അനുസരിച്ചില്ല. സത്യഭാമ അതൊന്നും കാതു കൊടുത്ത് കേൾക്കാൻ പോലും തയ്യാറായില്ല. ഇപ്പൊ സത്യഭാമ അതെല്ലാം ഓർക്കുവാണ് ഉപേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ. എന്നെ തഴഞ്ഞ് നിന്നെ ചേട്ടൻ സ്വന്തമാക്കിയപ്പോൾ ചേട്ടൻ കരുതിയത് ഞാനെല്ലാം അങ്ങ് മറന്നു കാണുമെന്ന്. പക്ഷെ എൻ്റെ പക ഞാൻ മനസ്സിനകത്തിട്ട് വളർത്തി വലുതാക്കി ഊതിക്കാച്ചിയ പൊന്നുപോലെ. ഉപേന്ദ്രൻ്റെ ആ വാക്കുകൾ സത്യഭാമയുടെ ചെവിയിലങ്ങ് മുഴങ്ങുന്നു. സത്യഭാമയ്ക്ക് അതൊരു വല്ലാത്ത ഇറിറ്റേഷൻ പോലെ ചെവിയൊക്കെ സത്യഭാമ അങ്ങ് പൊത്തുവാണ്. സത്യമോളാണ് സ്കൂളിൽ ഇരുന്നുകൊണ്ട് വിഷ്ണുവിനെ കുറിച്ച് ചിന്തിക്കുവാണ്. ബിഗ് ഫ്രണ്ടിന് എന്തൊരു സ്നേഹമായിരുന്നു എന്നോട്. എന്നെ എടുത്ത് ഒരുപാട് ലാളിക്കുകയൊക്കെ ചെയ്തല്ലോ. ഒരച്ഛൻ്റെ സ്നേഹമാണല്ലോ എനിക്ക് തന്നത്. ഈ ബിഗ് ഫ്രണ്ടിന് ഇത് എന്ത് പറ്റി? സ്കൂളിൽ നടത്തിയ അന്നത്തെ ഓട്ട മത്സരമൊക്കെ അങ്ങനെ സത്യമോൾ മനസ്സിൽ ഓർക്കുകയാണ്. വിഷ്ണു പപ്പിമോളെയും സത്യമോളെയും ഒരുമിച്ചെടുത്തോണ്ട് ഓടിയതൊക്കെ ഇങ്ങനെ ഓർക്കുവാണ്. ആ സമയത്ത് പപ്പി അവളുടെ അടുത്തോട്ട് ചെല്ലുന്നു. എന്താ സത്യ നീ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ ബിഗ് ഫ്രണ്ടിനെ കുറിച്ച് ഓർക്കുമായിരുന്നു. സത്യ, നീ എന്തിനാ ബിഗ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നേ? എന്നെപ്പോലെ വിഷ്ണു അച്ഛാന്ന് വിളിച്ചുകൂടെ? അത് ഞാൻ ആദ്യം മുതലേ അങ്ങനെ വിളിച്ചു പോയല്ലോ പപ്പി. ബിഗ് ഫ്രണ്ട് എന്നെ കണ്ടത് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എനിക്ക് ഒരുപാട് ഉമ്മ തന്നു. എന്തായിരുന്നറിയില്ല പപ്പി, ഒരു പ്രത്യേക സ്നേഹമായിരുന്നു. അതെന്താണെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പപ്പിമോക്കാണെങ്കിൽ അത് നിന്റെ അച്ഛനാണെന്ന് പറയണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, പെട്ടെന്ന് അവൾ ശാലിനിക്ക് സത്യം ചെയ്തു കൊടുത്തത് ഓർക്കുവാണ്. ദൈവമേ, ഞാൻ ചേച്ചിയമ്മയ്ക്ക് സത്യം ചെയ്തു കൊടുത്തു പോയല്ലോ. പക്ഷേ സത്യയുടെ ഈ വിഷമം എനിക്ക് കാണാനും പറ്റുന്നില്ലല്ലോ. എൻ്റെ സത്യേ, അത് നിന്റെ അച്ഛനാണെന്ന് എനിക്ക് പറയണമെന്നുമുണ്ട്. പക്ഷേ നിന്റെ ഈ സങ്കടം കണ്ടിട്ട് എനിക്ക് പറയാതിരിക്കാനും പറ്റുന്നില്ല. എന്നോട് ക്ഷമിക്ക് സത്യേ, നിന്നെ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കാനേ എനിക്കിപ്പോൾ കഴിയൂ എന്നൊക്കെ പപ്പിമോൾ ഇങ്ങനെ മനസ്സിൽ പറയുവാണ്. ബിഗ് ഫ്രണ്ട് എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ചേർത്ത് കെട്ടിപ്പിടിക്കുന്ന പോലെയാ പപ്പി എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് അച്ഛനെ വിളിക്കണമെന്ന് പറഞ്ഞത്. അതിന് വിഷമിക്കേണ്ട സത്യേ, ഇന്ന് സ്കൂൾ വിടുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ വിളിച്ചിരിക്കും എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ സത്യ ചോദിക്കുന്നത്, അത് നിനക്കെങ്ങനെ അറിയാം? അതൊക്കെ ഉണ്ട് സത്യേ. സത്യ ആഗ്രഹിക്കുന്ന സമയത്ത് സത്യയുടെ അച്ഛൻ സത്യയെ വിളിച്ചിരിക്കും. ഇത് പപ്പിയുടെ ഉറപ്പാണ്. സത്യ ഇപ്പൊ വാ, നമുക്ക് ക്ലാസ്സിൽ പോകാമെന്നും പറഞ്ഞ് അവരങ്ങ് പോവുകയാണ്. യാതൊരു വെളിവും ബോധവും ഇല്ലാതിരിക്കുന്ന രോഹിത്തിന് സുസ്മിത വീണ്ടും വീണ്ടും മദ്യം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുവാണ്. നല്ല ചൂടുള്ള സമയത്ത് ഇതുപോലെ രണ്ട് ഐസൊക്കെ ഇട്ട് കുടിക്കുന്ന ഒരു പ്രത്യേക സുഖം തന്നെയാണ് എന്നും പറഞ്ഞ് രോഹിത്തിനെ അവളങ്ങ് കുടിപ്പിക്കുവാണ്. ഇതൊക്കെ കണ്ടോണ്ട് അവളുടെ ഭർത്താവ് ജഗദീപ് ഇങ്ങനെ പാവം തലയിലൊരു തുണിയൊക്കെ കെട്ടിക്കൊണ്ട് ഒരു അടുക്കളക്കാരനെ പോലെ ഇരുന്ന് പച്ചക്കറി അരിയുക. ഇതൊക്കെ കാണുന്നുണ്ട്, പക്ഷെ പ്രതികരിക്കാനുള്ള ശക്തിയില്ലല്ലോ. എടാ രോഹിത്തെ, നിന്റെ തലയിൽ ഇപ്പം ചൂട് കയറിയിരിക്കുമല്ലേ, ഇനി ഇതൂടെ കുറച്ചുകൂടെ നീ കുടിക്ക് എന്നും പറഞ്ഞ് സുസ്മിത വീണ്ടും വീണ്ടും കുടിപ്പിക്കുവാണ്. ജഗദീപിനെ അത് കണ്ടിട്ടൊക്കെ ഒട്ടും സഹിക്കുന്നില്ല. ജഗദീപ് അവിടുന്ന് പതുക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താണെന്നറിഞ്ഞുകൂടാ സുസ്മിതേ, ഇപ്പോഴെൻ്റെ തലയ്ക്ക് നല്ല ചുട്ടുപൊള്ളുന്ന ചൂട് പോലെ തോന്നുന്നുണ്ട്. സുസു, ഞാനും ഒന്ന് തണുപ്പിച്ചാൽ കുഴപ്പമുണ്ടോ?
അതിന് നീ ആ പച്ചക്കറി മുഴുക്കെ അരിഞ്ഞു കഴിഞ്ഞോ? ഇവിടൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് നീ ഇന്നത്തെ ലഞ്ച് എനിക്ക് മുടക്കുവോ? സുസ്മിത ഇതിൽ എനിക്ക് അല്പം ഒഴിച്ചു തന്നാലേ ഞാൻ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ കിച്ചിക്കിച്ചാൻ അങ്ങോട്ടായിരിക്കും. അല്ലെങ്കിൽ സാമ്പാർ പിന്നെ അവിയലായി പോയാലോ? അതെ, എനിക്ക് പുറത്തോട്ട് പോകാനുള്ളതാ. സാമ്പാറോ അവിയലോ എന്താന്ന് വെച്ചാൽ നീ പെട്ടെന്ന് റെഡിയാക്കിക്കോണം. ഇതൊന്നും അടിച്ചു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്നായിരിക്കും എന്നും പറഞ്ഞ് ശകലം മദ്യം എടുത്ത് പെട്ടെന്ന് ജഗദീപ് അങ്ങ് കുടിക്കുവാണ്. ഇനി എൻ്റെ സുസു റെഡിയായി ഡൈനിങ് ടേബിളിലോട്ട് വന്നു. എല്ലാം ഞാനിപ്പോൾ റെഡിയാക്കി തരാം. ഈ സമയത്ത് ശ്യാമയാണെങ്കിൽ രോഹിത്തിനെ ഫോണിൽ വിളിക്കുവാണ്. പല പ്രാവശ്യം ഫോൺ റിങ് ആയിട്ടും രോഹിത്ത് ആ ഫോൺ എടുക്കുന്നില്ല. ജഗദീപ് പറയുന്നേടാ, നിന്റെ ഫോൺ കുറേ നേരം കൊണ്ട് അടിക്കുന്നിടാ, അതങ്ങോട്ട് എടുക്കടാ, അതവിടെ കിടന്ന് അടിച്ചോളും, അടിച്ചടിച്ചങ്ങ് നിന്നോളും എന്നും പറഞ്ഞ് രോഹിത്ത് തന്നെ മദ്യക്കുപ്പി എടുത്ത് വീണ്ടും വീണ്ടും ഒഴിച്ചങ്ങ് കുടിക്കുവാണ്. ശ്യാമയാണെങ്കിൽ തുടരെ രോഹിത്തിനെ അങ്ങ് വിളിച്ചുകൊണ്ടിരിക്കുവാണ്. സുസ്മിത പറയുന്നു, രോഹിത്തെ ശ്യാമ വിളിക്കുന്നുണ്ടല്ലോ. ആ, അവള് വിളിക്കട്ടെ. എന്നെ ചതിച്ചവളാ, എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയവള്, എൻ്റെ രക്തം ഊറ്റി കുടിക്കുന്ന രക്തയശസ്. ജഗദീപ് അത് കേട്ടിട്ട് പറയുമോ, എടാ പൊട്ടക്കുണേപ്പാ, നീ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഉത്തമമായിട്ടുള്ളവളാടാ നിന്റെ ആ മുന്നിലിരിക്കുന്നത്. രക്തം ഊറ്റി കുടിക്കാൻ മാത്രമല്ലടാ, വീഞ്ഞ് ഗ്ലാസ്സിലോട്ട് ഊറ്റിയെടുത്തിട്ട് സ്ട്രോ ഇട്ട് കുടിക്കാൻ മിടുക്കിയ അവള്. നീ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോടാ മണ്ട. ശ്യാമ വീണ്ടും രോഹിത്തിനെ വിളിക്കുവാണ്. പെട്ടെന്ന് സുസ്മിത ആ ഫോൺ അങ്ങ് അറ്റൻഡ് ചെയ്ത്. രോഹിത്ത് എന്തായി ഫോൺ എടുക്കാത്തത്? ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുവാ, രോഹിത്ത് ഇപ്പൊ എവിടാ? നരകത്തിലാടി. എടി ശ്യാമേ, ഇത് ഞാനാ സുസ്മിത. നീയൊക്കെ കൂടി രോഹിത്തിനെ ചതിച്ചൊരു വഴിയാക്കിയില്ലേ. എന്നിട്ടിപ്പോ നീ കുശലാന്വേഷണത്തിന് വിളിക്കുക. അവൻ ചത്തോ ഇല്ലയോ എന്നറിയാനാണോടി നീ ഇപ്പൊ വിളിച്ചത്? അതെ, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടി? ശ്യാമയുടെ ആ ചോദ്യത്തിന് സുസ്മിത പറയുക, ഞാൻ ആരാണെന്നും രോഹിത്തിന് ഞാൻ ആരാണെന്നും പറയാതെ തന്നെ നിനക്കറിയാവുന്നതല്ലേ. നിന്നെ അവന് വേണ്ടാന്ന് നിനക്കങ്ങ് ഊഹിച്ചുകൂടെ? ഇല്ലെങ്കിൽ പിന്നെ അവൻ എൻ്റെ അടുത്ത് വരുവോ? സുസ്മിതേ, നീ ഫോൺ മര്യാദയ്ക്ക് രോഹിത്തിന് കൊടുക്ക്. എനിക്ക് പറയാനുള്ളത് രോഹിത്തിനോടാ, അല്ലാതെ നിന്നോടല്ല. നിനക്ക് PA എന്നുള്ള വാക്കിന് അർത്ഥം അറിയാവോ? പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന. അതായത് പേഴ്സണലായിട്ട് വരുന്ന ഫോൺ വരെ എടുക്കാനുള്ള അധികാരമുള്ള ആളെന്ന്. ഞാനിപ്പോൾ രോഹിത്തിന്റെ PA ആണെന്നങ്ങ് വെച്ചോ. അങ്ങനെയാവുമ്പോൾ അവനോട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ അത് ആദ്യം എന്നോട് പറയണം, എന്നിട്ട് ഞാനത് അവനോട് പറയും. ജഗദീപ് അവിടെ രണ്ട് പുറൂർക്കോ, എടാ ദ്രോഹി, അവളുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഞാനിവിടുന്ന് പച്ചക്കറി അറിഞ്ഞുകൊണ്ടിരിക്കുവാടാ, അതൊന്ന് നോക്കടാ. എന്താടി ശ്യാമേ, നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? അവനോട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയടി. രോഹിത്തെ, ദാണ്ട ശ്യാമയാ, നിനക്ക് അവളോട് വല്ലതും സംസാരിക്കാൻ താല്പര്യമുണ്ടോ? എനിക്ക് അവളോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇനി മേലാൽ എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞേക്ക്. ഈ സ്നേഹവും പ്രേമവും ഒക്കെ തോന്നുന്നതേ വെറും ഒരു മരപ്പാവയോട് തോന്നുന്നതാ. അതിന് ജീവനുണ്ടോന്ന് നമുക്കൂടെ തോന്നണ്ടേ? എൻ്റെ ദൈവമേ, ഇവളീ ചെറുക്കൻ്റെ ജീവിതം കോഞ്ഞാട്ടയാക്കുവാണല്ലോ. വീണ്ടും ജഗദീപ് ഇരുന്ന് പുറൂർക്കുക. എൻ്റെ ഭാര്യ ഇന്ന് ഇവനെ കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. കുടുംബം കലക്കാൻ ഇവളെ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളു. എടി ശ്യാമേ, രോഹിത്തിന്റെ വായിൽ നിന്ന് നിന്നോടുള്ള സ്നേഹം തുളുമ്പുന്ന വാക്കുകളൊക്കെ കേട്ടല്ലോ. അവനിനി നിന്റെ അടുത്തോട്ട് വരുന്നില്ലെന്നാ പറയുന്നത്. നീ വേണമെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കടി. നിന്നെ ഇഷ്ടമല്ലാത്ത ഭർത്താവിനെ വരുതിയിൽ കൊണ്ടുവരാൻ നിയമത്തിൽ വല്ല പഴുതുകൊണ്ടോന്ന് നീ ഒന്ന് നോക്ക്. ഫോൺ വെച്ചിട്ട് പോടി, അവൻ വരുത്തില്ല. നീ അവനെ ഇനി പ്രതീക്ഷിക്കേ വേണ്ട. മദ്യം വീണ്ടും വീണ്ടും ഒഴിച്ച് ബോധമില്ലാതെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന രോഹിത്തിനെ നോക്കി സുസ്മിത ഇരുന്നുകൊണ്ട് അങ്ങ് സന്തോഷിക്കുവാണ്. എന്നിട്ട് സുസ്മിത ജഗദീപിനോട് പറയുന്നു, എടാ, ഞാൻ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ നീ ഏതാണ്ടൊക്കെ പുറൂർക്കുന്ന കേട്ടല്ലോ. എൻ്റെ സുസു, ഞാൻ നിന്നോടൊപ്പം കൂടിയതിന് ശേഷം എൻ്റെ ജീവിതമോ പോയി. ഇനി ഇവന്റെ ജീവിതം കൂടെ തൊലയ്ക്കല്ലേ. തമ്മി തല്ലിപ്പിക്കാൻ എളുപ്പമാ, പക്ഷെ ഒന്നിപ്പിക്കാൻ വളരെ പാടുപെടണം. അത് തന്നെയാടാ എനിക്ക് നിന്നോടും പറയാനുള്ളത്. നീ ഇവിടെ നിൽക്കുന്നോ അതോ നീ പുറത്തു പോകുന്നോ? എൻ്റെ സുസു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതെൻ്റെ ഒരു സംശയമാണ്. ഈ വീട്ടിലെ ഭർത്താവ് ഞാനാണോ അതോ നീയാണോ? അല്ല, ഞാൻ ചോദിക്കുന്നതല്ല, നാട്ടുകാർ ചോദിക്കുന്നതാ. ചോദിക്കുന്നത് ആരാന്ന് വെച്ചാൽ അവരെൻ്റെ മുന്നിലോട്ട് വരാൻ പറ, ഞാൻ മറുപടി കൊടുത്തോളാം. നീ പോയി ഉച്ചയ്ക്ക് നീ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കടാ എന്നും പറഞ്ഞ് ജഗദീപിനെ ആട്ടി ഓടിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ രോഹിത്തിനെ നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അവളുടെ ആ പുഞ്ചിരിയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നാളെ ഇടുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.